സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ. അടുത്ത കാലത്ത് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശ്രദ്ധ നേടിയ വിവാഹവും ദിയയുടേതാണ്. എന്നാൽ ഇപ്പോഴിതാ ദിയ പ്രഗ്നന്റ് ആണെന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇപ്പോഴിതാ ദിയയുടെ പുതിയ വ്ലോഗാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ദിയ ഗർഭിണിയാണെന്ന് തോന്നുന്നെന്നാണ് വീഡിയോ കണ്ട ഫോളോവേഴ്സ് പറയുന്നത്. ദിയയുടെ മാറ്റവും വീഡിയോയിലെ ചില സൂചനകളുമാണ് ഈ ഊഹാപോഹത്തിന് കാരണം. ദിയയുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് ഭർത്താവായ അശ്വിൻ പോകുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കും. സ്കൂട്ടറിൽ പോകുന്നതിനാൽ ദിയയെ കൊണ്ടുപോകുന്നില്ലെന്നാണ് അശ്വിൻ പറയുന്നത്. ഇതിന്റെ കാരണം ദിയ ഗർഭിണിയായിരിക്കാമെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ. ഇതുവരെയും കമന്റുകൾക്ക് ദിയയും കുടുംബവും മറുപടി നൽകിയിട്ടില്ല. എന്നാൽ അമ്മയാകാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് ദിയ നേരത്തെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചെറുപ്പം തൊട്ട് കുട്ടികളെ നോക്കുന്നത് തനിക്കിഷ്ടമാണ്. മാത്രമല്ല തന്റെ കസിൻ ബ്രദേഴ്സ് വീട്ടിൽ വരുമ്പോൾ അവരെ നോക്കിയതും താനായിരുന്നു. എനിക്ക് ദിവസം 500 രൂപ വെച്ച് തരുമായിരുന്നെന്നും ദിയ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും പണത്തിനു വേണ്ടിയല്ല ചെയ്തിരുന്നത്. എനിക്കവരെ നോക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ്. കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഭർത്താവും കുട്ടിയുമായി സിമ്പിളായ ജീവിതം മതിയെന്ന് പണ്ട് മുതലേ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. താൻ ഒരു ചെറിയ കുട്ടിയല്ലെന്നും തനിക്ക് 26 വയസ്സായെന്നും ദിയ കൃഷ്ണ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് ദിയയുടെ ഓൺലൈൻ ബിസിനസ് വിവാദത്തിൽ അകപ്പെട്ടത്. ഓൺലൈൻ പേജിലൂടെ ആഭരണങ്ങൾ വാങ്ങിയവർ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ ദിയയെ പിന്തുണച്ചുകൊണ്ട് അമ്മയായ സിന്ധു കൃഷ്ണ കാര്യങ്ങളിൽ ഇടപെട്ടതാണ് കൂടുതൽ വഷളായത്. വിഷയത്തിൽ പ്രതികരിച്ച ബ്ലോഗർമാർക്ക് ജോലിയും കൂലിയും ഇല്ലെന്ന പരാമർശം സിന്ധു നടത്തി. ഇതിനെതിരെ വ്യാപക വിമർശനവും വന്നു. സ്വന്തമായി ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ടല്ലേ സിന്ധു കൃഷ്ണയും മക്കളും യൂട്യൂബ് ചാനലിനെ ആശ്രയിക്കുന്നതെന്ന ചോദ്യവും വന്നു. എന്നാൽ ഇതുവരെയും ഈ വിമർശനങ്ങൾക്കൊന്നും കുടുംബം മറുപടി നൽകിയിട്ടില്ല. കൃഷ്ണകുമാറിന്റെ ഫാമിലിയിൽ ഒരു പുതിയ വിശേഷം വരുന്നത് വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആരാധകരെല്ലാവരും. അതിന്റെ സൂചനകളാണ് ദിയയുടെ യൂട്യൂബ് വ്ലോഗിന് താഴെ വരുന്ന കമന്റുകൾ. എല്ലാവരും ദിയ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.